കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളും പണ്ഡിതനും സൈദ്ധാന്തികനും ഗ്രന്ഥകാരനുമായ പി ഗോവിന്ദപിള്ള ഓർമ്മയായിട്ട് ഇന്നേക്ക് 12 വർഷമാകുന്നു. വിശ്വവിജ്ഞാന ലോകത്തേക്ക് സദാ കണ്ണുതുറന്നു നിന്ന PGയുടെ അസാന്നിധ്യം ഒരു വ്യാഴവട്ടത്തിനു ശേഷവും മലയാളിയുടെ ദൈക്ഷണിക ലോകത്തിന്റെ വലിയ നഷ്ടമായി തന്നെ അവശേഷിക്കുന്നു. നോബൽ സമ്മാന ജേതാവായ ജർമ്മൻ എഴുത്തുകാരൻ എലിയസ് കനേറ്റിയുടെ പ്രസിദ്ധമായ ഓട്ടോ ദ ഫേ എന്ന നോവലിലെ പ്രൊഫസർ പീറ്റർ കെയ്നിന് ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ തന്നെയായിരുന്നു പുസ്തകസഞ്ചി. പ്രഭാത നടത്തത്തിൽ പോലും അത് അദ്ദേഹം കൂടെ കൊണ്ടു നടന്നു. വിയന്നയിലെ ഏറ്റവും വലുതും ആർക്കുമില്ലാത്തതുമായ ഒരു പുസ്തക ശേഖരം സ്വന്തമായുണ്ടായിട്ടും അദ്ദേഹം പുസ്തകശാലകൾ കയറിയിറങ്ങിക്കൊണ്ടേയിരുന്നു. മുണ്ടും മടക്കിക്കുത്തി മഹാഗ്രന്ഥങ്ങൾ നിറച്ച തുണിസഞ്ചിയും തോളിലിട്ട് AKG സെന്ററിൽ നിന്നിറങ്ങി മോഡേൺ ബുക്സിലേക്കോ ബ്രിട്ടീഷ് ലൈബ്രറിയിലേക്കോ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലേക്കോ നടന്നുപോകുന്ന പി ഗോവിന്ദപിള്ളയെ കണ്ടവർ പ്രൊഫസർ പീറ്റർ കെയ്നിനെയും മറക്കില്ല. ഒരു വ്യാഴവട്ടം മുമ്പ് വരെ തലസ്ഥാന നഗരിയുടെ ഏറ്റവും നിറമുള്ളൊരു ദൈക്ഷണിക കാഴ്ചയായിരുന്നു പുസ്തകങ്ങളിൽ നിന്ന് പുസ്തകങ്ങളിലേക്കുള്ള സഖാവ് PGയുടെ സഞ്ചാരങ്ങൾ. സാഹിത്യമായാലും ചരിത്രമായാലും ശാസ്ത്രമായാലും തത്വചിന്തയായാലും രാഷ്ട്രമീമാംസയായാലും കേരളം കണ്ട ഏറ്റവും തലയെടുപ്പുള്ള ചിന്തകരിലൊരാളായിരുന്നു പെരുമ്പാവൂർ പുല്ലുവഴി പരമേശ്വരൻ പിള്ള ഗോവിന്ദപിള്ള. EMSന്റെയും K ദാമോദരന്റെയും NE ബലറാമിന്റെയും തുടർച്ചയായ ഈ മാർക്സിസ്റ്റ് സൈദ്ധാന്തികന് പരിചയമില്ലാത്തൊരു വിജ്ഞാന മണ്ഡലവും ഉണ്ടായിരുന്നില്ല. ബോംബെ സെന്റ് സേവിയേഴ്സ് കോളേജിലെ പഠനകാലത്ത് തന്നെ PG ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജയിലിലടക്കപ്പെട്ടിരുന്നു. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത്. 1952 തിരുകൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1967 77 കേരള നിയമസഭാംഗം. 1962 ചൈന ചാരൻ എന്നാരോപിക്കപ്പെട്ടും ജയിലിലായി. 2 പതിറ്റാണ്ടുകാലം ദേശാഭിമാനിയുടെ മുഖ്യ പത്രാധിപർ. തിരുവനന്തപുരത്തെ സീഡിറ്റും തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയും PGയുടെ ഭാവനയായിരുന്നു. കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFK വിഭാവനം ചെയ്തത് അന്ന് KSFDC ചെയർമാനായ പി ഗോവിന്ദപിള്ളയാണ്. അക്കാലത്തെ ഒരു ഓപ്പൺ ഫോറത്തിൽ പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിയുമായി PG നടത്തിയ തീപ്പൊരി സംവാദം പ്രസിദ്ധമാണ്. കമ്മ്യൂണിസത്തിന്റെ ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രസംഗിച്ച സനൂസിയോട് മതത്തിന്റെ ഭൗതിക ദുരാർത്തികൾ പറഞ്ഞ് PG തടുത്തു നിന്നു. സനൂസി സ്റ്റാലിനിസ്റ്റ് ക്രൂരതകൾ നിരത്തിയപ്പോൾ പോയി മതങ്ങൾ കൊന്ന മനുഷ്യജീവനുകളുടെ കണക്കെടുക്കാൻ പറഞ്ഞു PG. വായിച്ചും എഴുതിയും തീരാത്ത ഈ മാർക്സിസ്റ്റ് ദാർശനികന്റെ ഓർമ്മകൾ പറയാതെ മലയാളിക്ക് ഒരു ദൈക്ഷണിക ചരിത്രമില്ല. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.